സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികൾ സമരത്തിലേക്ക്. നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്കാണ് നീങ്ങാൻ തീരുമാനം. കഴിഞ്ഞ ദിവസം സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിസ്നയാണ് ചേരുന്നത്. ദിസ്ന, സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ, അത് PG വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദുർഗ, നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഈ PG വിദ്യാർത്ഥികളായ ഡോക്ടർമാർക്ക് സ്റ്റൈപ്പൻഡ് ലഭ്യമാവേണ്ടത്. പക്ഷേ ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടും സ്റ്റൈപ്പൻഡ് ലഭ്യമായിട്ടില്ല. ഇതേ തുടർന്നാണ് അത്തരത്തിൽ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് അവർ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് പ്രകാരം സൂചനാ പണിമുടക്കുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്, സമാനമായ രീതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെയൊക്കെ വളരെയധികം ലഭ്യത കുറവുണ്ട്. അത്തരത്തിൽ ഈ PG ഡോക്ടർമാർ ആയ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണക്കാരായ രോഗികളെ ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുമെന്നത് തന്നെയാണ് ഒരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. അത്തരത്തിൽ സ്റ്റൈപ്പൻഡ് ലഭ്യമാകുന്നില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ചില സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയിലുമാണ് ഇത്തരത്തിൽ PG ഡോക്ടേഴ്സ് ആയ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭ്യമാവാത്തത് എന്നൊരു പരാതി തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വലിയൊരു രീതിയിൽ അവർ പ്രത്യേകിച്ച് ബന്ധപ്പെട്ട അധികൃതരുമായൊക്കെ തന്നെയും ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഉടനടി പ്രശ്നത്തിന് പരിഹാരം കാണും എന്നൊരു കാര്യം മാത്രമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കോഴിക്കോട് ജില്ലയിലെ PG വിദ്യാർത്ഥികളെ മാത്രം ഇത്തരത്തിൽ നിരാകരിക്കുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വലിയൊരു സമരം, സൂചനാ പണിമുടക്ക് മെഡിക്കൽ കോളേജ് ഓഫീസിൽ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പാളോടൊപ്പം അവർ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ കാര്യം ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഉടനടി തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ്. എന്നാൽ നാളേക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് PG ഡോക്ടേഴ്സിന്റെ വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രധാനമായും അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ വർഷത്തിന് സമാനമായ രീതിയിൽ 4% ഇൻക്രിമെന്റ് ഉണ്ടാവും എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അതുപോലും അവർക്ക് യാഥാർത്ഥ്യമാവുന്നില്ല. പലതരത്തിലുള്ള ലോണുകൾ ഉൾപ്പെടെ ഈ വിദ്യാർത്ഥികൾക്കുണ്ട്, പഠനമുണ്ട്, അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് ഈ സ്റ്റൈപ്പൻഡ് ലഭ്യമല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ മെഡിക്കൽ സ്റ്റുഡൻസ് പറയുന്നത്. പ്രധാനമായും കാഷ്വാലിറ്റി, എമർജൻസി ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കായിരിക്കും കടക്കുക എന്ന് പറയുന്നു. നാളെ സൂചനാ പണിമുടക്കുണ്ട്. ആ ഘട്ടത്തിൽ കാഷ്വാലിറ്റിയും എമർജൻസിയും ബഹിഷ്കരിക്കില്ല. നാളെ അത് പ്രവർത്തിക്കും. 24 മണിക്കൂർ പണിമുടക്ക് നടത്താനാണ് ശ്രമം. നാളെയും ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർന്നു വരുന്ന സമരങ്ങളിലൊക്കെ തന്നെയും കാഷ്വാലിറ്റി വിഭാഗവും എമർജൻസിയും ഒക്കെ തന്നെയും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കായിരിക്കും കടക്കുക എന്ന് തന്നെയാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. നമുക്കറിയാം, കൂടുതൽ ആളുകളും തന്നെ പഠിക്കുന്നു, അതോടൊപ്പം തന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നു. അതൊക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ടിലേക്ക് കടക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളോട് മാത്രം ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണെങ്കിൽ ഈ ഡോക്ടർമാരുടെ എണ്ണം വളരെയധികം കുറവാണ്. അത്തരത്തിൽ ഈ PG ഡോക്ടർമാരും സമരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ എത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ദുർഗ, സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് പോവുകയാണ്. നാളെ മുതലാണ് അവർ അനിശ്ചിതകാല സമരം തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ദിസ്ന.